ഈ കഴിഞ്ഞ ദിവസം തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസിനുണ്ടായ അപകടം കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടത്തപ്പെട്ട നൃത്ത മത്സരത്തിൽ പങ്കെടുത്താനെത്തിയ ഉമാ തോമസ് വേദിയിലേക്കെത്തി കസേരയിലിരുന്ന് കസേര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ കെട്ടിയിരിക്കുന്ന റിബൺ കെട്ടിയിരിക്കുന്ന യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ ഇത്രയും ഉയരത്തിൽ വെറുമൊരു റിബണാണ് കെട്ടിയിരിക്കുന്നത്. തികച്ചും ഒഴിവാക്കപ്പെടാവുന്ന ഒരു അപകടമായിരുന്നു ഇത്. സംഘാടകർ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവിടെ ആ കൈ പിടിക്കാനായിട്ട് റിബണ് പകരം എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഉറപ്പുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉമാ തോമസിന് ഇങ്ങനെയൊരു അത്യാഹിതം സംഭവിക്കില്ലായിരുന്നു. അത്രയും ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത്. അവിടെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈവിരി പോലും ഒപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. തികച്ചും ഇത് സംഘാടകരുടെ പക്കൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വീഴ്ച തന്നെയാണ് എന്ന് തന്നെ പറയാം. കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതുപോലൊരു അത്യാഹിതം ഉണ്ടാകുക ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും സംഘാടകർ ഇതിന് മറുപടി നൽകേണ്ടി വരും. കൂടാതെ ഇങ്ങനൊരു അത്യാഹിതം ഉണ്ടായതിനു ശേഷവും അവിടെ പ്രാഥമിക ശുശ്രൂഷ നടത്തുവാനുള്ള സൗകര്യങ്ങളും ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങളോ ആംബുലൻസ് സേവനങ്ങളോ ഒന്നും തന്നെ എളുപ്പത്തിൽ ലഭ്യമല്ലായിരുന്നു. ഇനിയെങ്കിലും കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്പർ 1 കേരള എന്നൊക്കെ അഹങ്കാരം കൊള്ളുന്ന കേരളത്തിൽ ഇങ്ങനെയൊരു ഇത്രയും വലിയ ഒരു സദസ്സ്, ഇത്രയും ജനങ്ങൾ വന്നുകൂടുന്ന ഒരു പരിപാടിയിൽ അതിനുവേണ്ട തക്കതായ മാനദണ്ഡങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാം പാലിക്കപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലൊരു പരിപാടിക്ക് ഒരിക്കലും അനുമതി കൊടുക്കരുത് ജില്ലാ ഭരണകൂടം. ഭരിക്കുന്നവരുടെ കണ്ണുകൾ ഇനിയെങ്കിലും തുറക്കട്ടെ. പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്ന ശ്രീമതി ഉമാ തോമസ് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.